റെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ യൂണിറ്റ് നമ്പർ 5 ലോസ് ഓഫ് മോഷൻ പഠിച്ചതാണോ? ലോസ് ഓഫ് മോഷൻ സ്കൂളിൽ തുടങ്ങിയോ? ഇല്ലായിരിക്കും അല്ലേ? തുടങ്ങിയോ? അതിനകത്ത് 3 സയന്റിസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ലേ? ഗലീലിക്ക് മുമ്പ് അരിസ്റ്റോട്ടിൽസ് ഫാലസി എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട് അതിനകത്ത്. ആക്ച്വലി അരിസ്റ്റോട്ടിൽ പറയുന്നത് ഇതായിരുന്നു: എവരി ബോഡി ട്രൈങ് ടു കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആൻഡ് ആക്ച്വലി ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് എവരി ബോഡി. എല്ലാ ബോഡിയും റെസ്റ്റിലിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിൽ വേണ്ടത് വാട്ട് അബൌട്ട് ഇറ്റ്സ് PT ഡയഗ്രാം. അങ്ങനെ ചോദിക്കും പരീക്ഷയ്ക്ക്. PT ഡയഗ്രാം. PT ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? P എന്നാണ്? വെരി ഗുഡ്. പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ എന്ന് പറയുമ്പോൾ P അല്ലെ? P എന്ന് പറയുമ്പം നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. P എന്ന് പറയുന്നതാണ് നമ്മുടെ Y ആക്സിസ്. ഞാൻ P വെച്ച് ഞാനിങ്ങനെ ഓർത്തിരുന്നത് പണ്ട് പഠിച്ചത് പൊങ്ങി നമ്മളെ പൊക്കത്തേക്ക് ഇരിക്കുന്ന ആക്സിസ് P. ദാറ്റ് ഈസ് ദ Y axis or position. Then this is the time T. So position P, time T or PT diagram or PT graph. Let's consider there are different points. Let this is x1. After that this is x2. This is x3. This is x4. This is time. Let's check it as T1. After that sometime it is T2. This is T3. This is T4. ഇനി ഞാൻ പറയുകയാണ് ഈ ബോഡി റെസ്റ്റിലാണ്. Then what is the nature of the graph? ഈ ബോഡി റെസ്റ്റിലാണെങ്കിൽ ആ ബോഡിയുടെ ആ വസ്തുവിൻ്റെ മോഷന്റെ ഗ്രാഫ് വരച്ചാൽ ദ മോഷൻ ഓഫ് ദ ഓർ ദ PT ഗ്രാഫ് ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. PT ഗ്രാഫ് ഓഫ് എ ബോഡി അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുടെ PT ഗ്രാഫ് ഓർ പൊസിഷൻ ടൈം ഗ്രാഫാണ് ഞാൻ വരയ്ക്കേണ്ടത് എനിക്ക്. അങ്ങനെയെങ്കിൽ പറഞ്ഞ് ശ്രീലക്ഷ്മി, ഒരു വസ്തുവിന് റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? പറ, ആരെങ്കിലും പറഞ്ഞേ. ഇതില് പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചാൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് ഓൾവേസ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇപ്പൊ നോക്കി, ഇവിടെ ആയിരിക്കുന്നതെങ്കിൽ ലെറ്റ് കൺസിഡർ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് x2. അത് റെസ്റ്റില്ല, അതിന് വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. അവസാനം അത് എവിടെ തന്നെ ആയിരിക്കും? x2ലായിരിക്കും. ദാറ്റ് മീൻസ് the body's motion that gives a straight line from x2 and is parallel to the x-axis. ടൈം ആക്സിസിന് പാരലൽ ആയിക്കൊണ്ട് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ആ പർട്ടിക്കുലർ പൊസിഷനിലൂടെ തന്നെ അത് മൂവ് ചെയ്യും. T1 എന്ന് പറഞ്ഞ സമയമായാലും T2 എടുത്താലും T3 എടുത്താലും T4 എടുത്താലും എല്ലായ്പ്പോഴും ആ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. then what about its slope? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവ് എന്ന് പറയും. ഇപ്പൊ നോക്കുക,
ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണെന്ന്. ലെറ്റ് assume it is a straight line, and this is the y axis, and this is the x axis with respect to that. Then this is the slope y by x. അതായത് ഈ ആക്സിസിന്റെ ഇത്രയും വാല്യൂ ഡിവൈഡഡ് ബൈ ഈ ആക്സിസിലെ ഇത്രയും വാല്യൂ, അതാണ് സ്ലോപ്പ്. ഇപ്പൊ ഈ ഇതിന്റെ സ്ലോപ്പിന്റെ വാല്യൂ എത്രയായിരിക്കും? സ്ലോപ്പിന്റെ വാല്യൂ, there is no value for slope, or actually the slope is equal to 0. So this is the PT graph of a body at rest. മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. മനസ്സിലായോ ലക്ഷ്മി? This is a PT graph. It is parallel to x-axis. Only it starts from a point, and there is no change with respect to that point with respect to time. So it's a straight line with the slope is equal to 0. എഴുതിയെടുത്തേ. Our next heading, PT diagram of uniform motion. Heading എഴുതിയോ? PT diagram or uniform motion ആദ്യം heading എഴുതിയോ? Uniform motion. Hello. So next heading, uniform motion. Uniform. എന്തായിരിക്കും യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ? യൂണിഫോം, that means there is no change in velocity. There is no change in velocity with respect to time. സമയം മാറുന്നതനുസരിച്ച് കൃത്യമായ വെലോസിറ്റി തന്നെയാണ്. അതായത് ഈക്വൽ ഇന്റർവെല്ലില് ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുക, അതാണ് അതിന്റെ അർത്ഥം. ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ഇതൊക്കെ ഗ്രാഫായിട്ടേ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. തന്നെ യൂണിഫോം മോഷൻ ഒരു ഗ്രാഫ് വരും, ഇത് ഏത് മോഷന്റെ ഗ്രാഫാണ്, അതിനകത്ത് അതിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദ്യം വരും. ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. That is called actually uniform motion. Now consider the position time graph. Let's consider this is my y axis. Y axis ഏതാ എഴുതണേ? പൊസിഷൻ ആണോ ടൈം ആണോ? This is my x axis. Then the position is representing in the y axis, and the time t representing in the x axis. That this is x1, this is x2, this is x3, this is x4. This is same. സ്കെയിൽ ഉണ്ടെങ്കിൽ വേണ്ട, അത്ര വൃത്തിയായിട്ട് വരയ്ക്കണ്ട. സ്കെയിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് വരയ്ക്കാം. T1, T2, T3, T4, T5. Let's consider the body starting to move from the position x1. x1-ൽ നിന്നാണ് നമ്മളുടെ ബോഡി മൂവ് ചെയ്യുന്നത്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഇന്റർവെല്ലിൽ കൃത്യമായ സ്ഥലത്ത്. അപ്പം T1 എന്ന് പറഞ്ഞ സമയമായപ്പം അത് x2 ചെല്ലും. T2 എന്ന് പറയുന്ന ഒരു സമയമായപ്പോൾ അത് x3 ചെല്ലും. T4 എന്ന് പറഞ്ഞ ഒരു സമയമായപ്പോൾ അത് x4 ചെല്ലും. മനസ്സിലായോ? That means it is again a straight line, but it have a slope. സ്പീഡ് ഉണ്ട്, യൂണിഫോം മോഷൻ ആണ്. ആ പോയിന്റ് ഇച്ചിരി ഇട്ടപ്പം മാറിപ്പോയതാണ് കേട്ടോ. നമുക്ക് ഒന്നുകൂടെ പോയിന്റ് ഇടാം. This is the position of that point. This is the position at T2. This is the position at T1. നമ്മൾ മുകളിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ T4-ന് നേരെ മുകളിലായിട്ട് ഇവിടെ നമുക്ക് അടുത്ത പോയിന്റ് കിട്ടും. ഇത് ഇവിടുന്ന്
സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വീണ്ടും ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ മതി. കണ്ടോ? അപ്പൊ എന്നതായിരിക്കും? ഇറ്റ് ഈസ് ഓൾസോ ബി എ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് അല്ലേ? ഗ്രാഫ് എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ്. തുല്യ ദൂരം, ദാ ഇത്രയും ദൂരം T1 പോയാൽ ഇത്രയും ദൂരം T2 പോകും, ഇത്രയും ദൂരം T2. തുല്യമായ സമയത്ത് തുല്യമായ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് യൂണിഫോം മോഷൻ. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഇറ്റ് ഹാസ് എ സ്ലോപ്പ് അല്ലേ? ഇതിനൊരു സ്ലോപ്പ് ഉണ്ട്. That we can draw that slope in this graph. I'll consider it to start from here, from the point x2 to T3. This is a slope. Slope എന്ന് പറഞ്ഞാൽ ഏത് ആക്സിസിനെ ഏത് ആക്സിസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്നാ? അതിനുള്ള ചെരിവ്. ദാറ്റ് ഈസ് ഈക്വൽ ടു y by x. ഇതാണ് y ആക്സിസ്. അപ്പൊ ഈ x4 ആണ് ഇതിന്റെ നേരെയുള്ളത് കേട്ടോ. ഇച്ചിരി തെറ്റിപ്പോയി വരച്ചപ്പോൾ. ഇത് x4, ഇത് x2, ഇത് T1, ഇത് T3. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ടൈം ആണ്. അപ്പം ചേഞ്ച് ഇൻ പൊസിഷൻ എവിടെ മുതൽ എവിടെ വരെ മാറി? ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. അതിനെ x4 മൈനസ് x2 അതല്ലേ വ്യത്യാസം വന്ന ദൂരം എന്ന് പറയുന്നത്? ഇവിടെ മുതൽ ഇവിടം വരെ y by x. ഇത് ഡിവൈഡഡ് ബൈ ഈ വാല്യൂ, എക്സ് ആക്സിസിന്റെ വാല്യൂ T3 മൈനസ് T1. T3 മൈനസ് T1. ദാറ്റ് ഈസ് എ സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നാ? എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്നാണ്? ഡിസ്റ്റൻസ് അല്ലേ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ എന്നാണ്? വെലോസിറ്റി ഓർ സ്പീഡ്. ഡിസ്റ്റൻസ് ആണ് തന്നെങ്കിൽ സ്പീഡ്, ഡിസ്പ്ലേസ്മെന്റ് ആണ് തരുന്നതെങ്കിൽ വെലോസിറ്റി. നോക്കിയേ ഇന്ത്യയിലെ കാര്യങ്ങൾ പഠിക്കാന്ന്. ദിസ് ഈസ് ദ PT ഗ്രാഫ് ഓഫ് എ യൂണിഫോം മോഷൻ. ഇനി ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ സ്ലോപ്പ് കാണാൻ എന്നാ ചെയ്താൽ മതി? ഈ ആംഗിളിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? y by x എങ്ങനെ കാണാൻ പറ്റും? ആരെങ്കിലും പറയാമോ? ഈ ആംഗിൾ തീറ്റയാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇതേ ഡിവൈഡഡ് ബൈ ഇത് വരണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? കാർത്തി, ഈ ആംഗിളുമായിട്ട് ഈ രണ്ട് സൈഡ് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതെങ്കിലും ഉണ്ടോ? സൈൻ തീറ്റായോ കോസ് തീറ്റായോ താൻ തീറ്റായോ കോട്ട് തീറ്റായോ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഈ തീറ്റാനെ അപേക്ഷിച്ച് ഓപ്പോസിറ്റ് സൈഡ്. ഇതേ സൈഡാണ് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഇതോ അഡ്ജസന്റ് സൈഡ്. അങ്ങനെയെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി? അതിന്റെ ടാൻ തീറ്റ എടുത്താൽ മതി അല്ലേ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ adjacent side. That is equal to delta x by delta t. That is equal to slope or velocity. ഇത്രയും പഠിച്ചാൽ മതി. The VT diagram of uniform motion. Sorry, PT diagram of uniform motion. സംശയമൊന്നുമില്ലല്ലോ? സ്ലോപ്പ് എടുത്താൽ വെലോസിറ്റി കിട്ടും. സ്ലോപ്പ് എടുക്കാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കണം. കൃത്യമായ ദൂരത്തിൽ. നിങ്ങൾ ഇത് സ്കെയിൽ കയ്യിലുണ്ടോ? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് സ്കെയിൽ ഉണ്ടോ? സ്കെയിൽ ഉണ്ടെങ്കിൽ ആ സ്കെയിൽ കൊണ്ട് മാർക്ക് ചെയ്യുവാണെങ്കിൽ ആ കൃത്യം ഈക്വൽ ഇന്റർവെല്ലില് ഇതിന്റെ നേരെ ഇത് വരും, ഇതിന്റെ നേരെ ഇത് വരും, ഇതിന്റെ നേരെ ഇത് ഇങ്ങനെ വരും, ഇതിന്റെ നേരെ ഇങ്ങനെ വരും, ഇതിന്റെ നേരെ ഇങ്ങനെ വരും. ഈ അക്ഷര പൊക്കത്തോട്ട് വരച്ചു ഇവിടം വരെ നീട്ടി വരച്ചു. പെട്ടെന്ന് വരച്ച് അതിന്റെ നോട്ട് എഴുതിയെടുത്ത് യൂണിഫോം മോഷൻ എഴുതി കഴിയുമ്പം പറയണം കേട്ടോ. അതിൽ സംശയം ഉണ്ടെങ്കിലും ചോദിക്കണം. അതായത് നമ്മൾ ഇവിടെ എഴുതിയില്ലേ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് എഴുതിയ y by x എഴുതി അല്ലേ? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y ആക്സിസ് ബൈ x ആക്സിസ് എന്ന് എഴുതി വെച്ച് നമ്മള് y ആക്സിൽ ടൈം ആയിരുന്നു, അതിന് ഡെൽറ്റ പൊസിഷൻ ആയിരുന്നു, അതിന് ഡെൽറ്റ എക്സ് വേരിയേഷൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടൈം വേരിയേഷൻ. അതായത് ഒരു ചെറിയ മുഴുവൻ പൊസിഷൻ നമ്മൾ എടുത്തില്ല,
അല്ലെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ ആ ബോഡി മൂവ് ചെയ്ത മുഴുവൻ പൊസിഷൻ എടുത്തില്ല, അതിനിടയ്ക്കുള്ള ചെറിയൊരു റീജിയന്റെ പൊസിഷൻ എടുത്തു. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത്. സോ അത് കുറച്ച് റീജിയനിലെ എ സ്മോൾ പോർഷൻ ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു എ സ്മോൾ പോർഷൻ ഓഫ് ടൈം. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇപ്പൊ ഇങ്ങനെ ഒരു പേര്, ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നു വെച്ചാൽ അതിനകത്ത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഇത് അതിന്റെ സ്ലോപ്പ് എടുത്താൽ മതി. അത് പറയാനാണ് ഞാൻ വന്നത്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഫോർ എ സ്മോൾ റീജിയൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ഇത് ആക്സിസിന് വെച്ച് എഴുതിയ കേട്ടോ. വൈ ആക്സിസ് പറഞ്ഞ പൊസിഷനും എക്സ് ആക്സിസ് ടൈമും ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഫ്രം എ പി ടി ഗ്രാഫ്. അതായിരിക്കും ഇതിന്റെ ഹെഡിങ്, പി ടി ഗ്രാഫ് ഫ്രം ദാറ്റ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ആ ഒരു പോയിന്റ് അവിടെ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ടെക്സ്റ്റിൽ കൃത്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചോദ്യമായിട്ട് NCERT-യിലും. ഓക്കെ, എഴുതിക്കോ. Find out the instantaneous velocity. Find out the instantaneous velocity from the PT graph. ഞാനൊരു ചോദ്യം ഇടുന്ന കേട്ടോ, ചുമ്മാ. Find out the instantaneous velocity from the PT graph. Let's consider this is the first point, this is the first point, second point, third point, fourth point, fifth point, sixth point, 7 point, 8 point. ഇത് ടൈമാ അല്ലേ? ഓരോ ടൈം പറഞ്ഞേ. 0 സെക്കൻഡ് വേണോ മിനിറ്റ് വേണോ? മിനിറ്റ് തരാം. 2 minutes, 4 minutes, 6 minutes, 8 minutes, 10 minutes, 12 minutes, 14 minutes, 16 minutes. പൊസിഷൻ മീറ്ററിൽ വേണോ സെന്റിമീറ്ററിൽ വേണോ? സെന്റിമീറ്റർ. 5 centimeter, 10 centimeter, 15, 20, 25, 30. Find out instantaneous velocity. കണ്ടുപിടിച്ചേ. Find out instantaneous velocity. എങ്ങനെ ചെയ്യുന്ന ഞാൻ പറഞ്ഞത്? Velocity is equal to position displacement by time. ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ജോയിൻ ചെയ്യണം, ഏതെങ്കിലും ഒരു പോയിന്റ്. ഇവിടെ വേറൊരു പോയിന്റോടെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ സമയം ഇങ്ങോട്ട് ജോയിൻ ചെയ്യണം, ഇതിൻ്റെ സമയം ഇങ്ങോട്ട് ജോയിൻ ചെയ്യണം. ഞാൻ വരയ്ക്കുന്നതിനകത്ത് തെറ്റ് തന്നെ കേട്ടോ. ഞാൻ ഇച്ചിരി വളച്ച് 12 കൊടുക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ കൃത്യം 12 നേരെ ആയിരിക്കണം, 25. അപ്പം എന്താ, ഇതാണ് നമ്മളുടെ സ്ലോപ്പ്. ഇവിടം മുതൽ ഇവിടം വരെ, ഇവിടം മുതൽ ഇവിടം വരെ. അപ്പൊ പൊസിഷൻ എത്ര വ്യത്യാസം ഉണ്ടായി? 25 മൈനസ് 15 എത്രയാണ്? 25 മൈനസ് 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ടൈമിന് എത്ര വ്യത്യാസം ഉണ്ടായി? 12 മൈനസ് 4. 12 മൈനസ് 4 എത്രയാണ്? 8 മിനിറ്റ്. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 10/8. ഇത് സെന്റിമീറ്റർ ആണ്, ഇത് മിനിറ്റ് ആണ്. കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലം ചെയ്തപ്പോഴൊക്കെ ഞാൻ എങ്ങോട്ട് ആക്കണം എന്നാ പറഞ്ഞ? സെന്റിമീറ്ററിനെ ആക്കണം, മീറ്റർ ആക്കണം. അപ്പം 10 × 10⁻², അതായത് 100 കൊണ്ട് 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ. അപ്പൊ 10⁻² കൊണ്ട് സെന്റിമീറ്ററിനെ ഗുണിക്കണം. 8 മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ 8 × 60 ഈ വാല്യൂ ചെയ്യണം. ഇതും വെട്ടിക്കളയാം. 1/8 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. അതിനെ 10⁻², 2 ഡെസിമൽ പോയിന്റ് അടുത്തേക്ക് മാറ്റി കുത്തിരണം. ശരിയല്ലേ? ചെയ്ത് നോക്കിയേ.
ഇങ്ങനെയാണ് ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ പ്രോബ്ലം ചോദിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പം നിങ്ങൾ ഈ ഗ്രാഫ് വരയ്ക്കാൻ പോകും, ഇതിന്റെ നേരെ താഴെ ഇത് വന്ന പോലെ ആക്കണം കേട്ടോ. ഇപ്പൊ ചെറ്റിപ്പോയി. ഇതാണ് 12, ഇവിടെ 4, ഇവിടെ 15, ഇവിടെ 25. വരച്ച് ചെയ്തേ പെട്ടെന്ന് അതൊരു പ്രോബ്ലം ആയിട്ട് എഴുതിയെടുത്തേ. PT ഗ്രാഫ് ഓഫ് ആക്സലറേഷൻ. നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് ഒന്നും പഠിക്കാനില്ല. എന്നാ വെച്ചാല് കാര്യം ഇതാണ്. ഇപ്പം ഡിസ്റ്റൻസ് നമുക്കറിയാം. Let's consider x is the distance, t is the time. Then velocity എന്നായിരിക്കും? Change in delta, delta x by delta t. അല്ലെ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? dx divided by dt. അപ്പൊ അത് തന്നെ ശരിക്കും നിങ്ങൾ ഡിഫറൻസിയേഷൻ കേട്ടിട്ടുണ്ടോ? ഡിഫറൻസിയേഷൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നൊക്കെ വിളിക്കുക. എന്നാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്? ആരുടെയാണ്? പൊസിഷന്റെ. ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണ് എന്ത്? വെലോസിറ്റി. അപ്പൊ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ എന്താകും? അതിന് വീണ്ടും ഡെറിവേറ്റീവ് എടുക്കണം. ഡി ബൈ ഡി ടി ഓഫ് ഡി എക്സ് ബൈ ഡി ടി. അങ്ങനെ ചേർത്ത് എഴുതുന്നത് എങ്ങനെയാണ്? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ആക്ച്വലി ദിസ് ഈസ് ദ, അല്ലെങ്കിൽ ഡെൽറ്റ എഴുതുവാണെങ്കിൽ ഡെൽറ്റ സ്ക്വയർ ഓഫ് എക്സ് ആവും ബൈ ഡെൽറ്റ സ്ക്വയർ ഓഫ് ടി ആവും. 2 പ്രാവശ്യം പൊസിഷനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓർ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ദാറ്റ് ഈസ് കോൾഡ് ആക്സലറേഷൻ. ദ സെക്കൻഡ് ഡെറിവേറ്റീവ്, the second derivative of മാക്സിന്റെ ചാപ്റ്റർ ഡിഫറൻസിയേഷൻ പഠിപ്പിക്കാൻ ഇത് പറഞ്ഞു തരും സാർ. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അങ്ങനെയെങ്കിൽ ഇതിന്റെ PT ഗ്രാഫ് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ അധികം മനസ്സിലാക്കണ്ട, ഗ്രാഫിന്റെ ഷേപ്പ് പഠിക്കണം. കാരണം ഗ്രാഫ് വന്നിട്ട് ഇത് പോസിറ്റീവ് ആക്സലറേഷൻ ആണോ നെഗറ്റീവ് ആക്സലറേഷൻ. നമുക്ക് പറയാം ആക്സലറേഷൻ 2 എണ്ണം ഉണ്ട്. പോസിറ്റീവ് ആക്സലറേഷൻ ഉണ്ട്, നെഗറ്റീവ് ആക്സലറേഷൻ. ഇപ്പം ഒരു വസ്തുവിനെ G താഴത്തേക്ക് വലിക്കുക അല്ലെ, ഭൂമി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴത്തേക്ക് വലിക്കുമല്ലേ. അതുപോലെ ഒരു വസ്തുവിനെ മുകളിലോട്ട് എടുത്തുയർത്തുമ്പോൾ ആക്സലറേഷൻ അതിന് അഗെയിൻസ്റ്റ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. താഴത്തേക്കാണ് ആക്സലറേഷൻ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. കൺസിഡർ ദിസ് ഈസ് ദ ഒറിജിൻ, ദിസ് ഈസ് x1, this is x2, this is x3, this is x4. That is the P or position. This is a time graph. T1, T2, T3, T4, etc. Then this graph is in a parabolic shape. ഇപ്പോൾ x2 എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ഇങ്ങനെയാണ് ഗ്രാഫിന്റെ ഷേപ്പ് എങ്കിൽ അതിന് നമ്മൾ പോസിറ്റീവ് ആക്സലറേഷന്റെ ഗ്രാഫ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ തന്നേച്ച് ചോദിക്കുക ചുമ്മാ ഓപ്ഷൻ എ ആയിട്ട്, ഇതെന്നതാണ്? പോസിറ്റീവ് ആക്സലറേഷൻ ആണോ നെഗറ്റീവ് ആക്സലറേഷൻ ആണോ എന്ന് ചോദിച്ചാൽ എഴുതണം ഇറ്റ് ഈസ് പോസിറ്റീവ് ആക്സലറേഷൻ. സോ സിമിലർലി ഒരു വാല്യൂ, ഒരു എക്സ്പോണൻഷ്യൽ ആയിട്ട് വാല്യൂ ഇങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് ആക്സലറേഷൻ. സോ ആക്സലറേഷൻ that can be classified into positive acceleration and negative acceleration. Then by taking the second derivative of position with respect to the second derivative of time, we have 2 PT diagram in such a way that is given in the figure. So this is a parabolic shape in sharp decrease. അല്ലേ, ഒരു parabolic shape with respect to time അത് കൂടി വരും, ഇങ്ങനെ കൂടി പോകും അല്ലെ. ഇത് കൂടുമല്ലേ ഇങ്ങോട്ട് പോകുമ്പോൾ, ടൈം അനുസരിച്ച് ഇങ്ങനെ കൂടി വരും. ഇവിടെയും കൂടുകയാണ്, പക്ഷേ ഒരു പരാബോളിക് ഷേപ്പിൽ ഇങ്ങനെയാണ്, ഇങ്ങനെ കുറഞ്ഞു വരും. ഇത് അതിൻ്റെ എന്നാ പറഞ്ഞ മിറർ ഇമേജ് പോലെ തല തിരിഞ്ഞ് ഇങ്ങോട്ട് വരും. ദിസ് ഈസ് എ പോസിറ്റീവ് ആക്സലറേഷൻ, ദിസ് ഈസ് എ നെഗറ്റീവ് ആക്സലറേഷൻ, or these are the PT diagram of
acceleration. മനസ്സിലായില്ലേ? ഇത്രയും പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ ടെക്സ്റ്റ്. Velocity, second derivative is called acceleration, then acceleration positive and negative, then its graph. Note ചെയ്യും. Relative velocity. What is mean by relative? ഇപ്പം ഒരു ബോഡി അല്ലെങ്കിൽ ഒരു വസ്തു, കൺസിഡർ എ ബോഡി അല്ലെങ്കിൽ ഒരു കാറ് മൂവ് ചെയ്യുകയാണ്. അത് 5 km/h മൂവ് ചെയ്യുകയാണ്. ഞാൻ തൊട്ട് പുറകെ 5 തീരെ കുറഞ്ഞു 50 വേണ്ട, ഒരു സൈക്കിൾ 5 km/h മൂവ് ചെയ്യാണ്. തൊട്ട് പുറകെ വേറൊരു സൈക്കിള് 3 km/h മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ആർക്കായിരിക്കും സ്പീഡ് കൂടുതൽ? 5-നാ അല്ലേ? കുറവ് ആർക്കാണ്? 3-നാ. ഇവർ തമ്മിലുള്ള ഈ വ്യത്യാസം എത്രമാത്രം ചേഞ്ച് ഇൻ വെലോസിറ്റി വരുന്നുണ്ട്? That means this is the velocity of a body VA. This is the velocity of the another body VB. Then V suffix AB. അതാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ. VAB is equal to VA minus VB. That is equal to 5 minus 3. That is equal to 2 km/h. ഇനി നോക്കിക്കേ, എ ഇങ്ങോട്ട് മൂവ് ചെയ്യായിരുന്നു, ബിയും അങ്ങോട്ട് മൂവ് ചെയ്യാം. അപ്പൊ എ കുറെ മുമ്പ് വരെ ചെന്ന് ബി കുറഞ്ഞു, എന്നാലേ ആ വ്യത്യാസം എടുക്കാൻ പറ്റുള്ളൂ. ഇനി സെക്കൻഡ് കേസ്, these two body A and B are moving in opposite direction. A അങ്ങോട്ട് പോവാണ്, ഈ പറയുന്ന പോലെ 5 km/h അങ്ങോട്ട് പോവാണ്. ബി പക്ഷെ തിരിച്ച് ഇങ്ങോട്ടാണ് വരുന്നത്. VB is equal to 3 km/h. Then here is the difference. രണ്ടും ഒന്നേലെ ഒരു ഡയറക്ഷനിൽ ഒരുമിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു വണ്ടി മുമ്പിൽ കയറി പോകും, ഒരു വണ്ടി പുറകെ കയറി പോകും. അതിന്റെ വ്യത്യാസം കണ്ടാൽ പോയി. ഇവിടെ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ VAB അങ്ങനെ തന്നെ, VAB is equal to VA മൈനസ് ഓഫ് VB അല്ലേ? ഇത് നെഗറ്റീവ് എക്സ് ആക്സിന്റെ ഡയറക്ഷനിലല്ലേ? അത് മനസ്സിലായാലേ എല്ലാം മനസ്സിലാവുള്ളൂ. ഇതിവിടെ ഒറിജിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വലത്തേക്ക് ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതല്ലേ പോസിറ്റീവ് എക്സ്, ഇത് പോസിറ്റീവ് വൈ, ഇത് മൈനസ് വൈ, ഇത് മൈനസ് എക്സ്. അപ്പം ഇങ്ങോട്ടുള്ളതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കാം, തിരിച്ചു വരുന്നതിനെയോ നെഗറ്റീവ് ആയിട്ട്. അപ്പൊ VA minus VB is equal to VA minus of VB, that is equal to VA plus VB, that is equal to 5 plus 3, that is equal to 8 km/h. മനസ്സിലായോ രണ്ട് കേസ്? ഫസ്റ്റ് കേസ്, the body is moved in same direction. Then VAB is equal to VA minus VB. VAB is equal to. Then the body moves in opposite direction. Then VAB is equal to VA plus VB. എങ്ങനെയാണ് വന്നത്? VA minus of minus V. My negative into negative, that is equal to positive, that is equal to VA plus VB. മനസ്സിലായോ? ഇവിടെ വരെയും പഠിച്ചാലും മതി. Relative velocity, the velocity of a body with respect to another body, that is called relative velocity. It can be find out in 2 different cases. First case, the body moves in same direction. Second case, the body moves in opposite direction. The same bodies are moving same direction, then ഏതിനാണ് velocity കൂടുതൽ അതേ മൈനസ് കുറവ്. The body is moving in opposite direction, then take the negative. VA വലത്തോട്ടാണെങ്കിൽ VB ഇടത്തോട്ടാണ്. അപ്പം നെഗറ്റീവ് എക്സ് എന്നുള്ള ഒരു നെഗറ്റീവ് വരും, നെഗറ്റീവ് ഓഫ് നെഗറ്റീവ്. Then VA plus VB. മനസ്സിലായോ? മനസ്സിലായോ? എന്നാ പെട്ടെന്ന് എഴുതിയെടുത്ത്. 2 cars approaches each other. അപ്പുറത്തുനിന്നും ഇപ്പുറത്തും വരും കേട്ടോ. ഓരോ VAB കഴിയുമ്പോൾ കൂട്ടണ കുറയ്ക്കണ എല്ലാം ശ്രദ്ധിക്കണം.
two cars approach each other on a straight line. The car A, ആദ്യത്തെ കാറിന്റെ പേരാണ് A. The car A travels with 45 km/h and car B travels with 75 km/h. ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു T0, അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ യാത്ര തുടങ്ങിയിട്ടില്ല, അർത്ഥം മനസ്സിലാക്കണം. അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു 0 ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അതായത് അത് തമ്മിലുള്ള അകലം, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കാർ എ ആൻഡ് ബി ഈസ് 2.4 km. എങ്കിൽ അറ്റ് വാട്ട് ടൈം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അറ്റ് വാട്ട് ടൈം ദ ടു കാർസ് പാസ് ഈച്ച് അതർ, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും എപ്പോൾ കടന്നു പോകും. വാട്ട് ടൈം ദ ടു കാർസ് പാസ് ഈച്ച് അതർ. ഇതാണ് നമ്മൾ ഈ ഫ്ലൈറ്റിന്റെ കാര്യത്തിലൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂട്ടിയിരിക്കാതെ എല്ലാം കൺട്രോൾ ചെയ്യണം. പാസ് ഈച്ച് അതർ. ഉറപ്പായിട്ട് ചോദ്യങ്ങളൊക്കെ പരീക്ഷിക്കും. ചോദ്യം മനസ്സിലായല്ലോ? ആദ്യത്തെ കാർ ഇവനാണ് കാർ എ. അടുത്തത് ഇപ്പറേ ഒരു കാർ ബി, ഇവനാണ് കാർ ബി. കാർ ബി ഇങ്ങോട്ട് പോകുന്നു വിത്ത് എത്രയായിരുന്നു? 75 km/h. കാർ എ അങ്ങോട്ട് പോകുന്നു വിത്ത് 45 km/h. ആദ്യം 0 സമയമായിരുന്നപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2.4 km ആയിരുന്നെങ്കിൽ, ഇവർക്ക് ചക്രയില്ലേ, അങ്ങനെ ഓർഡർ 2.4 km ആയിരുന്നെങ്കിൽ ഇത് ഇങ്ങോട്ടും പോയി ഇത് ഇങ്ങോട്ടും പോയാൽ ടി ഏത് സമയത്താണ് ഇത് രണ്ടും കൂടെ പരസ്പരം, അതായത് ക്രോസ് ചെയ്ത് ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. അപ്പൊ കാർ എയുടെ വെലോസിറ്റി കിട്ടും, കാർ ബിയുടെ വെലോസിറ്റി കിട്ടും, അതിനകത്ത് റിലേറ്റീവ് വെലോസിറ്റി കിട്ടും. ശരിയല്ലേ? വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിസ്റ്റൻസ് അവിടെ ഉണ്ട്, ഡിസ്റ്റൻസ് ബൈ ടൈം. അതിനകത്ത് ടൈം കാണാൻ വേണ്ടി ഏതാ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം വെലോസിറ്റി ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിച്ചാൽ പിന്നെ ടൈം കാണാൻ വേണ്ടി ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ചെയ്താൽ മതി. അപ്പൊ ടൈം കണ്ടുപിടിക്കുക, അതിനെ സെക്കൻഡിലാക്കുക, ആൻസർ ചെയ്ത് നോട്ട് ഹോംവർക്ക് ആയിട്ട് എനിക്ക് അയച്ചു തരിക. ഓക്കെ, താങ്ക് യു.